നമസ്തേ, ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൻ്റെ ദശകം 3, അതിലെ ശ്ലോകം 9 നമ്മളിന്ന് പഠിക്കുന്നത്. ശ്ലോകം നോക്കാം. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവത്സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിദം അകീർത്തിസ്തേ മാ ഭൂത് ദുരദഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഛടതി കുരുമാം കംസദമന. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. മരുദ്ഗേഹാദീശ, അത് കഴിഞ്ഞിട്ട് സംബോധന രൂപമുണ്ട്. ത്വയി ഖലു പരാഞ്ചഹ പ്ലസ് അപി സുഹിനഃ ഭവത് സ്നേഹി സഹ പ്ലസ് അഹം സുബഹു പരിതപ്യേ ച കിം പ്ലസ് ഇതം, അവിടെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അകീർത്തിഹി പ്ലസ് തേ മാ പ്ലസ് അഭൂത് പ്ലസ് വരദ. വരദ കഴിഞ്ഞിട്ടും വീണ്ടും സംബോധനാ രൂപം വരുന്നുണ്ട്. ഗതഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തംസം ഝടതി കുരു മാം കംസദമന. അവിടെയും സംബോധനാ രൂപം വരുന്നുണ്ട്. അപ്പോൾ സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. മരുത് ഗേഹാദീശ, മരുത് ഗേഹ അധീശ, ഭവത് സ്നേഹി ഭവത് സ്നേഹി, മാ ഭൂത് മാ അഭൂത്, ഗതഭാരം ഗത ഭാരം, ഭവത് ഭക്തോത്തംസം ഭവത് ഭക്ത ഉത്തംസം, കംസദമന കംസദമന. അങ്ങനെ പദച്ഛേദവും കഴിഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. മരുദ്ഗേഹാധീശ, എൻ്റെ ഗുരുവായൂരപ്പ, ത്വയ് പരാഞ്ചഹ അപി, നിന്തിരുവടിയുടെ പേരിൽ വിമുഖന്മാരായിട്ടുള്ളവർ പോലും സുഖിനഃ ഖലു, സുഖമായി തന്നെ ഇരിക്കുന്നു. ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ഭക്തിയില്ലാത്തവരൊക്കെ പോലും സുഖമായിട്ടിരിക്കുന്നു. ഭവത് സ്നേഹി സഹ അഹം, എന്നാൽ അവിടുത്തെ ഭക്തനായ ഈ ഞാനോ സുബഹു പരിതപ്യേജ, വളരെയേറെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതം കിം, ഇതെന്താണ് ഭഗവാനെ? അതായത് ഭക്തരായ ഭഗവാനിൽ വിശ്വാസമുള്ള ജ്ഞാനരോഗങ്ങളും ദുരിതങ്ങളും ആദ്യം വ്യാധിയും പെട്ട് കഷ്ടപ്പെടുന്നു. എന്നാൽ ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ഭക്തിയില്ലാത്ത വിമുഖതയുള്ളവരൊക്കെ സുഖമായിട്ടും ഇരിക്കുന്നു. ഇതെന്താണ് ഭഗവാനെ? വരദ കംസദമന, ഭക്താഭിഷ്ടപ്രദനും കംസ അന്തകനുമായ ഭഗവാനെ, തേ അകീർത്തിഹി മാ അഭൂത്, ഇത് ഭഗവാന് ഇത് നിന്തിരുവടിക്ക് ദുഷ്കീർത്തി ഉണ്ടാവാനിടയാവരുത്. അതായത് ഈ പ്രവൃത്തി, ഭക്തനായ എനിക്ക് രോഗങ്ങളും ദുരിതങ്ങളും അവിടുത്തെ ഭക്തിയോ വിശ്വാസമോ ഇല്ലാത്തവരൊക്കെ സുഖമായിട്ടും ഇരിക്കുന്നു. ഇത് ഭഗവാൻ ഒരു ദുഷ്കീർത്തി ഉണ്ടാവാൻ ഇടയാവും. അപ്പം അങ്ങനൊന്നും ആവരുത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? ഗതഭാരം പ്രശമയൻ, എൻ്റെ രോഗമെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട്, മാൻ ഛടതി, എന്നെ വേഗത്തിൽ, ഭക്തോത്തംസം കുരു, എന്നെ വേഗത്തിൽ അവിടുത്തെ ഭക്തന്മാരിൽ അഗ്രേസരനാക്കി തീർക്കണമേ. അതായത് ഈ പേരുദോഷമൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എൻ്റെ അസുഖമെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് അവിടുത്തെ ഭക്തന്മാരിൽ ഒരാളാക്കി എന്നെ തീർക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇവിടെ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ സഖ്യഭാവത്തിലാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതായത് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നാണ് ഇവിടെ
അപേക്ഷിക്കുന്നത്. ഇവിടെ വരദ എന്ന സംബോധന കൊണ്ട് പ്രഹ്ലാദനെയും ഗജേന്ദ്രനെയും ഒക്കെ രക്ഷിച്ചതുപോലെ തന്നെയും രോഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും, കംസദമന കംസനെ നിഗ്രഹിച്ചതുപോലെ എൻ്റെ രോഗങ്ങളെയും നിഗ്രഹിക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ കരുണ ഉണ്ടാകുന്നത് വരെ, അതായത് രോഗം നിശേഷം മാറുന്നത് വരെ ശക്തിക്കനുസരിച്ച് ക്ഷേത്രഭജനം തുടരുവാൻ തന്നെ തീർച്ചപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഇത് ഉപസംഹരിക്കുന്നത്. അപ്പം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. ഹരേ കൃഷ്ണ.